വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ജനം ബിഗ് എക്സ്ക്ലൂസീവ് ആയിട്ട് കേട്ടോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചട്ടങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനക്കയറ്റത്തെ കുറിച്ചുള്ള വാർത്തയാണത്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൽ അനർഹർക്ക് സ്ഥാനക്കയറ്റം. സീനിയോറിറ്റി പട്ടിക അട്ടിമറിച്ച് 72 പേർക്കാണ് സ്ഥാനക്കയറ്റം നൽകിയത്. സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയെന്ന കണ്ടെത്തലുണ്ട്. ജനം ബിഗ് എക്സ്ക്ലൂസീവ് ആണ്. വിനീഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനീഷ്, ചട്ടങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് 72 പേർക്ക് സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. എന്തൊക്കെയാണ് കൂടുതൽ വിവരം? തീർച്ചയായിട്ടും ഈ സംസ്ഥാന ചരക്കു നികുതി വകുപ്പിലാണ്, സംസ്ഥാന GST വകുപ്പിലാണ് സ്ഥാനക്കയറ്റം 72 പേർക്ക് നൽകിയിരിക്കുന്നത്. അത് എല്ലാ മാനദണ്ഡങ്ങളും അട്ടിമറിച്ചുകൊണ്ട്, എല്ലാ ചട്ടങ്ങളും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനക്കയറ്റമാണ് നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സീനിയോറിറ്റി പട്ടിക അട്ടിമറിച്ചു എന്ന് പറയുമ്പോൾ 72 പേർക്ക് ഇത് നൽകിയിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ട്രിബ്യൂണൽ വിധി, ആ ട്രിബ്യൂണൽ വിധിയെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു പിൻബലത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥാനക്കയറ്റം. ആ സ്ഥാനക്കയറ്റത്തിലേക്ക് അനർഹരെ തിരികെ കയറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. സംസ്ഥാന GST വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച്, ചട്ടങ്ങൾ അനുസരിച്ചാണ് സ്ഥാനക്കയറ്റം നൽകേണ്ടത്. അതാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർമാർക്കാണ് വകുപ്പിലെ അഡീഷണൽ കമ്മീഷണർമാരുടെയും ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെയും ഒത്താശയോടുകൂടി ചട്ടങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നിയമനം, ഒരു പ്രൊമോഷൻ നൽകിയിരിക്കുന്നത്. ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് ടാക്സർമാരാണ് ഡെപ്യൂട്ടി കമ്മീഷണർ തസ്തികയിലേക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിനും വകുപ്പ് സെക്രട്ടറിക്കും പരാതി ഇപ്പോൾ തന്നെ ഈ അർഹരായവർ നൽകിയിട്ട് പോലും കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല. സാധാരണഗതിയിൽ നിയമനങ്ങളൊക്കെ നടക്കുന്നത് നമുക്കറിയാം താഴെത്തട്ടിലുള്ള അട്ടിമറിയൊക്കെയാണ്, ചട്ടങ്ങൾ അട്ടിമറിച്ചൊക്കെ. പക്ഷേ ഇവിടെ മേൽഘടകങ്ങളിൽ സംസ്ഥാന GST വകുപ്പിലാണ് ഇത്തരത്തിലുള്ളൊരു അട്ടിമറി നടക്കുന്നത്. ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ നിയമനത്തിലാണ്, GST വകുപ്പിലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ നിയമനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു അട്ടിമറി നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് PSC അഡ്വൈസ് മെമ്മോ നൽകിയ കാലഘട്ടം മുതൽ ആർക്കാണ് ഒരു ജീവനക്കാരന് ഉദ്യോഗാർത്ഥിക്ക് ആദ്യമായി PSC അഡ്വൈസ് മെമ്മോ നൽകി അവൻ ജോലിയിൽ കയറിയതിന് ശേഷം മാത്രമാണ് അവൻ എന്നു മുതലാണോ ജോയിൻ ചെയ്യുന്നത്, ആ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് മുതലാണ് അവൻ ഉദ്യോഗസ്ഥനാകുന്നത്, സർക്കാർ ജീവനക്കാരനാകുന്നത്. പക്ഷേ അവിടെ അട്ടിമറിച്ചുകൊണ്ട് ഒരു അഡ്വൈസ് മെമ്മോ എപ്പോഴാണോ നൽകിയത്, ആ അഡ്വൈസ് മെമ്മോ നൽകിയ ഘട്ടം മുതൽ തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ തരത്തിൽ അവർ ജീവനക്കാരനായി എന്ന തരത്തിലുള്ള ഒരു വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് സംസ്ഥാന GST വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ആ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഏറ്റവും അടുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഡെപ്യൂട്ടി കമ്മീഷണർ തസ്തികയിലേക്ക് 72 പേർക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ഈ 72 പേരുടെയും സ്ഥാനക്കയറ്റവും അനധികൃതമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ നിയമവ്യവസ്ഥകളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ ഒരു സ്ഥാനക്കയറ്റത്തിനെതിരെ അർഹരായവർ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. നിലവിൽ ഇതിലൂടെ സംസ്ഥാന സർക്കാരിന് നഷ്ടമാകുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാരിന്. ഇവർക്ക് അഡ്വൈസ് മെമ്മോ നൽകിയ ഘട്ടം മുതൽ ഇവരുടെ സ്ഥാനക്കയറ്റത്തിന് കാലയളവ് പരിഗണിക്കുമ്പോൾ നഷ്ടമാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ, ഉന്നത ഉദ്യോഗസ്ഥരുടെയും സർക്കാരിൻ്റെ പ്രീണന നയം, നേരത്തെ ഇടതുപക്ഷ സർക്കാരായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രീണനങ്ങൾ നൽകിയിരുന്നെങ്കിൽ സമാനമായ രീതിയിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഇത്തരത്തിൽ പ്രീണന നയം സംസ്ഥാനത്ത് സജീവമായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.